Good morning, sir. അപ്പോ പുതിയൊരു തുടക്കമാണ്. ആ തുടക്കം ഗംഭീരാക്കുക ഒരിക്കൽ കൂടി. നിങ്ങൾ തുടങ്ങിയ ആളുകളാണ്, പക്ഷെ എക്സാമിനേഷന് ശേഷമുള്ള ഒരു ഗ്യാപ്പിന് ശേഷമുള്ള ഒരു പുതിയ തുടക്കമാണ്. അപ്പൊ ആ തുടക്കം ഗംഭീരമായാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാകും. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടുതൽ കരുത്തരാവാം. ആ കരുത്തോടുകൂടി +1 പരീക്ഷ എഴുതിയപ്പോ പൂർണ്ണമായും നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞു. പ്രിപ്പയർ ചെയ്ത് പോയാൽ ഈ പറയുന്ന ഹയർ സെക്കൻഡറിക്ക് 100% മാർക്ക് എല്ലാ സബ്ജക്റ്റിലും നേടാം എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറയാറുള്ള പ്രാധാന്യം നിറഞ്ഞ ചോദ്യങ്ങളും +1 പരീക്ഷയിൽ ഉണ്ടായിരുന്നു, തുടർന്നും +2ലും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്ലാസ്സുകൾ നല്ല രീതിയിൽ നിരീക്ഷിച്ച് മുന്നോട്ട് പോകുക. അത്രയും ചെയ്താൽ മതി. പിന്നെ പ്രിപ്പയർ ചെയ്യുക, വീട്ടിലിരുന്ന് പഠിക്കാം, അപ്ഡേറ്റ് ആവാം. അപ്പൊ ഈ പറയുന്ന 100% മാർക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. കൂടുതൽ ഒന്നും പറയുന്നില്ല, നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? നീരജ്, നിരഞ്ജൻ, റിയ ബഷീർ, അപർണ, അഭിനവ്, അബി, റോസിയ തോമസ്, അലീന, നിയ, നാസർ, കൃഷ്ണ PS. കൃഷ്ണ PS ഇടയ്ക്കൊന്ന് ആബ്സെന്റ് ആയിരുന്നു അല്ലെ? കൃഷ്ണ PS ഒരു ഇടയിൽ കാണാണ്ടായിരുന്നില്ല. അഹമ്മദ് യാസിൻ, നാദിയ, സന, ഫാത്തിമ, നീരജ്, നിരഞ്ജൻ, ഡിയോൺ ഡേവിസ്, ആദിനന്ദ എമ്മ, പൂജ സുരേഷ്, വിഷ്ണുപ്രിയ, ആവണി TA. എല്ലാവരും സ്ക്രീനിലുണ്ട്, എല്ലാവരും കേട്ടോ. വീട് വലിച്ചതിന് എല്ലാവരും കിട്ടും. കാണുന്നുണ്ട്, നിങ്ങൾ തന്നെ കാണുന്നുണ്ട് അല്ലെ? ഇതാണ് പൂജ സുരേഷ് എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോ പൂജ സുഖല്ലേ? കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ പൂജ മോളെ? ഓക്കെ. അപ്പോ നീരജ് നിരഞ്ജൻ എങ്ങനെയുണ്ട് നീരജ്? പഠിക്കലൊക്കെ തുടങ്ങിയോ വീണ്ടും? നമ്മൾ ഏത് ചാപ്റ്റർ ആണ് നീരജ് നമ്മൾ മാത്തമാറ്റിക്സിന് ഇവിടെ അവസാനമായിട്ട് പഠിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ട്രിഗ്നോമെട്രിക് ഇൻവേഴ്സ്. നമ്മൾ മാട്രിസസ് എടുത്തിട്ടുണ്ടോ? അത് കഴിഞ്ഞു. ഡിറ്റർമിനന്റ്സ് എടുത്തിട്ടുണ്ടോ? ഇല്ല. റിലേഷൻസ് ആൻഡ് ഫങ്ക്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, മാട്രിസസ്, റിലേഷൻസ് ആൻഡ് ഫങ്ക്ഷൻസ് എടുത്തിട്ടുണ്ടോ? റിലേഷൻസ് ആൻഡ് ഫങ്ക്ഷൻസ് എടുത്തു കഴിഞ്ഞു. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫുൾ എടുത്തിട്ടില്ല. ഇൻവേഴ്സ് ഫുൾ എത്തിയിട്ടില്ല? ഇല്ല സർ. എവിടെ എത്തിയ ഇൻവേഴ്സ്? അതാ ഇക്വേഷൻസ് എഴുതി തന്നിട്ട് പിന്നെ ഒരു പ്രോബ്ലം പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞില്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ഒക്കെ, പ്രിൻസിപ്പൽ വാല്യൂ ഒക്കെ പറഞ്ഞില്ലേ? അഹമ്മദ് യാസിൻ പിടിയില്ല? ടാൻ ഇൻവേഴ്സിന്റെ പ്രോബ്ലം ചെയ്യിപ്പിച്ച അവസാനം. നീരജ്, നമ്മൾ അവസാനം ചെയ്ത ഇൻവേഴ്സിന്റെ പ്രോബ്ലം ഏതായിരുന്നു മോനെ? സർ, ഫൈൻഡ് ദ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് √(x + 1 + x² - 1). സർ, പ്രിൻസിപ്പൽ വാല്യൂ കാണാനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഒരു കോൺഫിഡന്റ് ഇല്ലല്ലോ? കുഴപ്പമില്ല സർ, അറിയാം. എന്താ അറിയാം സർ. അല്ല, ഞാൻ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. കാര്യം ചെയ്യാം, ഞാനത് ക്ലാസ്സിന് ശേഷം നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാം. അപ്പോ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. 2-3 പ്രോബ്ലംസ് ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ക്ലാസ്സിന് ശേഷം ഞാൻ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഇപ്പോ എന്തായാലും നമ്മൾ പഠിപ്പിച്ചത് വൃത്തിയിൽ നിങ്ങളങ്ങ് പഠിച്ചേക്കും. ഇപ്പൊ ആരും പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാം. കാരണം ഇപ്പൊ എക്സാം ഒക്കെയാണ്. അപ്പൊ നാളെ CS-ന്റെ എക്സാം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തിരിക്കുന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ ടോപ്പിക് ഒന്ന് എല്ലാവരും ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് അത് പഠിക്കാം. അതിനുശേഷം എന്താണോ ഇനി തീർക്കാനുള്ളത് എന്ന് വെച്ചാൽ ഞാൻ തീർക്കാം. അപ്പോ നിങ്ങളും അതിലേക്ക് നോക്കിയിട്ടില്ല. ഞാനും കുറച്ചു കാലമായാലും ഞാനും മറന്നിരിക്കുകയാണ്. അപ്പൊ എത്രത്തോളം എടുത്തു എന്ന് ഞാൻ 2-3 കുട്ടികളെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റർ റിലേഷൻ എടുത്തു. ഇൻവേഴ്സിന്റെ അവസ്ഥ ഇങ്ങനെയാണ്, കുറച്ചുകൂടി എടുക്കാനുള്ളൂ എന്ന് തോന്നുന്നു. അത് നമുക്ക് ഭംഗിയാക്കാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
മാട്രിസസ് കംപ്ലീറ്റ് ആണ്. പിന്നെ ഡിറ്റർമിനൻസ് ആണ് എടുക്കേണ്ടത്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഞാൻ എടുക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിറ്റർമിനൻസ് എടുക്കാം. അപ്പോഴേ സ്കൂളിലും അതായി ഇങ്ങനെ വരുള്ളൂ. അപ്പൊ കണ്ടിന്യൂറ്റി കാൽക്കുലസ് ആണ്. അപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോയിട്ട് ഇതിലേക്ക് മടങ്ങി വരാം കേട്ടോ. അതിനിടയിൽ ഇപ്പോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ കുറച്ച് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ക്ലാസ് വെച്ച് അത് തീർത്ത് തന്നേക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതിക്കോളൂ. പുതിയ ചാപ്റ്ററിന്റെ പേര് ഭംഗിയായിട്ട് എഴുതാം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കാൽക്കുലസ് ആണ്. സർ ഐസക് ന്യൂട്ടൺ ആണ് കോൺട്രിബ്യൂഷൻ നൽകിയ മാത്തമാറ്റിക്സ്. ഓക്കെ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. വീഡിയോ ഓൺ ആക്കണം കേട്ടോ മക്കളെ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അവിടെ സ്പെല്ലിംഗ് ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതില് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ചാപ്റ്റർ ആണ് +1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അപ്പൊ അതുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഡെറിവേറ്റീവ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ആഴ്ച പരീക്ഷ എഴുതിയപ്പോൾ പഠിച്ചു പോയ ഒത്തിരി സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ് അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കുന്നത് അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതാണ് ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് തന്നെ പോവാം. അപ്പൊ ഒത്തിരി സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നമുക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടാം. എങ്കിൽ മാത്രമേ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എഴുതാം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നമുക്ക് എഴുതാം. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്, സ്റ്റാൻഡേർഡ് റിസൾട്ട്സിലേക്ക് പോകാം. ശ്രദ്ധിക്കാം കേട്ടോ. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നമ്മൾ പഠിച്ചു മറന്ന ഒരു കാര്യം തന്നെയാണ്. അതിലേക്ക് നമുക്ക് പോവാം. എഴുതാം. എല്ലാം ഓർമ്മയില്ലേ? ഡെറിവേറ്റീവ്, സൈൻ എക്സ് ഒക്കെ ഓർമ്മയില്ലേ? കുറച്ച് പഠിച്ചിട്ടില്ലേ നമ്മള്? ഇല്ലേ, പഠിച്ചിട്ടില്ലേ? പറയൂ, നിങ്ങൾക്ക് റെസ്പോൺസ് ഫസ്റ്റ് ആണ്. ആവണിട്ടിയെ ഓർമ്മയിലില്ലേ മോളെ? മറന്നുപോയി, സ്വാഭാവികമാണ്. ഇനി അങ്ങോട്ട് മറക്കരുത് കേട്ടോ. നമ്മുടെ ലൈഫില് നമ്മൾ എന്നുവരെ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നോ, സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നോ, അതുവരെ നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിക്കട്ടെ. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എഴുതാം. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്. But derivative is a rate of change of a function with respect to x. Understood? അപ്പോൾ നോക്കാം നമുക്ക് d/dx. നമുക്കറിയാം ഈ d/dx എന്ന് പറയുന്ന ഒരു ടൂൾ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ cos x. ഓർമ്മ വരും നിങ്ങൾക്ക്? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് cos x ആണ്. ഡെറിവേറ്റീവ് ഓഫ് cos x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് cos x മൈനസ് സൈൻ എക്സ്. പച്ച വെള്ളം പോലെ ആയിരിക്കണം ഈ റിസൾട്ടുകളെല്ലാം. Derivative of sin x cos x, derivative of cos x minus sin x, derivative of tan x, derivative of tan x sec square x sin cos tan cosec x, derivative of cosec x minus cosec x cot x, minus cosec x cot x, derivative of sec x, derivative of sec x becomes sec x tan x, sec x tan x. Derivative of cot x, derivative of cot x എന്ന് പറഞ്ഞാൽ മൈനസ് cosec സ്ക്വയർ x. ഡെറിവേറ്റീവ് ഓഫ് x, ഡെറിവേറ്റീവ് ഓഫ് x എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് x raised to n, nx raised to n minus 1, nx raised to n minus 1. ഇതില് ഏതെങ്കിലും കുട്ടികൾ ഇതിൽ ന്യൂ സ്റ്റുഡന്റ് ഉണ്ടോ മക്കളെ? പുതിയതായി ചേർന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? പുതിയതായി വന്ന ആരെങ്കിലും ഉണ്ടോ? Derivative of constant is 0. Derivative of constant is 0. ഇത്രയും എഴുതാം. ബാക്കി എഴുതാം. നമുക്ക് സ്പേസിന്റെ ബാക്കി എഴുതാം കേട്ടോ. ഓക്കെ, ഇത്രയും എഴുതാം, പഠിക്കാം. ഇത്രയും എഴുതാം, പഠിക്കാം. ഉഷാറായിട്ടിരിക്കുക എല്ലാവരും. ആനന്ദ് എന്ന് പറഞ്ഞ കുട്ടി, ആനന്ദ് ഉണ്ടോ? ആനന്ദ്
ഓക്കെ, കഴിഞ്ഞോ മക്കളെ? എഴുതി കഴിഞ്ഞോ മക്കളെ? യെസ് സർ. Yes, sir. ഓക്കെ, ഒന്ന് പഠിച്ചോളൂ കേട്ടോ. അപർണ മോളെ ഒന്ന് വായിച്ച മോളെ എല്ലാം. അപർണ ഒന്ന് വായിച്ച മോളെ. ഒന്ന് പറയൂ. d by dx sin x equal to cos x. d by dx ഓക്കെ. റോസിയോ തോമസ്, റോസിയോ. Sir, യെസ്, ഞാൻ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചേ എല്ലാം. d by d of x sin x equal to cos x, d by dx of cos x equal to minus sin x, d by dx of tan x equal to 6 square x, d by dx of cosec x equal to minus. ഓക്കെ, സാവധാനത്തിൽ വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. ആവണി, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? cos x. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് cos x ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് minus sin x. ഡെറിവേറ്റീവ് ഓഫ് കൊസീക് എക്സ് minus cosec x cot x. മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. വിഷ്ണുപ്രിയ സോളമൻ. Sir, വിഷ്ണുപ്രിയ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. അഹമ്മദ് യാസിൻ മോനെ, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? 0. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കാം. Can I clear the box? Yes, Can sir. I clear? yes, sir. Okay. Then another results. d by dx of root x 1 by 2 root x, d by dx of log x 1 by x, d by dx of 1 by x minus 1 by x square, d by dx of e raised to x, d by dx of e raised to ax, d by dx of e raised to ax, e raised to ax, derivative of x raised to n and power, derivative of e raised to x, a raised to x. Examination ഇത് ചുമ്മാ ചോദിക്കാറുണ്ട്. d by dx of a raised to x equal to dash. ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ വന്ന ചോദ്യമാണ്. a raised to x log a, a raised to x log a. ഈ ടിക്കറ്റ് അടിക്കുന്ന പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. d by dx of sin inverse x 1 by root 1 minus x square, 1 by root 1 minus x square, d by dx of cos inverse x minus 1 by root 1 minus x square, d by dx of tan inverse x 1 by 1 plus x square, 1 by 1 plus x square, 1 by 1 plus x square. ബാക്കി പറയാം, എഴുതാട്ടോ. എഴുതിയെടുക്കാം. റിസൾട്ട്സുകൾ ഉണ്ട്. മടി കൂടാതെ പഠിക്കാനായിട്ട് ശ്രമിച്ച കുട്ടികൾ മാത്രമേ മുന്നിലേക്ക് എത്തുകയുള്ളൂ. എഴുതിയെടുക്കാം. നിയ നാസർ, കൃഷ്ണ പി എസ്, അഞ്ജലി അനിൽകുമാർ, ആൽവിൻ ജോർജ്, മൂസിൻ എൻ എച്ച്. വീഡിയോ ഓഫാണ്. അഞ്ജല പ്രവീൺ സി, ജോബി ജോർജ് എന്ന് പറഞ്ഞ കുട്ടിയുടെ പേര് ഒന്നുകൂടി പറയാമോ? അഞ്ജിത ജോബി. അഞ്ജിത, വീഡിയോ ഓൺ ആണ്. സന്തോഷം. സന ഫാത്തിമ, ഉഷാറുള്ള കാര്യങ്ങളൊക്കെ? യെസ് സർ. ഹാപ്പി ആയിട്ടിരുന്നോളൂ കേട്ടോ. സന്തോഷത്തിലിരുന്ന് പഠിക്കണം കേട്ടോ. സന. അമൽ മണികണ്ഠൻ, അറിയൊക്കെ? Yes, sir. യെസ്. റിയ ബഷീർ. Yes, sir. ഓക്കെ. സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് ഇതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്. മാത്തമാറ്റിക്സിൽ +2 ഉള്ള ഏറ്റവും വലിയ പ്രോബ്ലം ആണ്. ഒത്തിരി റിസൾട്ട്സുകൾ ഇന്റഗ്രൽസിലൊക്കെ, വെക്ടറിൽ, 3Dയില് ഒരുപാട് റിസൾട്ട്സുകൾ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളൊരു അടുക്കും ചിട്ടയും വൃത്തിയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
നല്ല മാർക്കിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. +1 നിന്നുമുള്ള +2ലേക്കുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. എക്സാമിനേഷന് തലേ ദിവസം ഇരുന്ന് പഠിച്ച് ഞാൻ അങ്ങ് ഫുൾ മാർക്ക് മേടിക്കും എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ +2 സാധിച്ചു എന്ന് വരില്ല. കാരണം ഇത്തരത്തില് ധാരാളം കടമ്പകൾ ഉള്ളതുകൊണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പറയുന്ന റിസൾട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എഴുതി പഠിക്കുകയും പിന്നീട് അപ്ഡേറ്റ് ചെയ്ത് അത് നമ്മുടെ മനസ്സിനകത്ത് വെള്ളം പോലെ ഒരു പാട്ട് പാടുന്ന രീതിയിലേക്ക് ആക്കാവുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി വെക്കാം. ഡെറിവേറ്റീവ് സൈൻസ് എപ്പോ ചോദിച്ചാലും നമുക്ക് ഈ ഒരു ഫ്ലോ ഉണ്ടാവണം. Derivative of sin x cos x, derivative of cos x minus sin x, derivative of tan x sec cos x, derivative of cosec x minus cosec x cot x, derivative of sec x tan x, derivative of cot x minus cosec x cot x, derivative of x1, derivative of log x 1 by x, derivative of 1 by x minus 1 by x, derivative of x raised to n x raised to n minus 1, derivative of constant 0, derivative of e raised to x, derivative of e raised to x, a e raised to x, derivative of a raised to x, a raised to x log a, derivative of sin inverse x 1 by root 1 minus x square, derivative of cos inverse x minus 1 by root 1 minus x square, derivative of tan inverse x 1 by 1 plus x square, derivative of root x 1 by 2 root x. ഇങ്ങനെ ഒരു ഫ്ലോ, ഇങ്ങനെ ഒരു സ്പീഡ് നമ്മൾ പാലിച്ചെടുക്കണം. അത് നിങ്ങൾക്ക് സാധിക്കും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എഴുതി പഠിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന സംഭവം വരാം. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ചില കുട്ടികൾ പറയുന്നു, അയ്യോ പഠിക്കാൻ പാടാണ്, ഭയങ്കര പ്രയാസമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവണം. ഒന്നുമില്ല മക്കള്, വെറുതെയാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇന്റഗ്രൽസിനെ പോലെ ഇത്രയും എളുപ്പമുള്ള ടോപ്പിക് ഇല്ല. ആക്ച്വലി കാൽക്കുലസ് വളരെ ഈസിയാണ്, പക്ഷെ റിസൾട്ട്സ് പഠിക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലരും പ്രയാസമാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റിസൾട്ട്സിനെ റെസ്പെക്ട് ചെയ്ത് എഴുതി പഠിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ ഒരു സീനും അവിടെ വരുന്നതല്ല. ഇനി ഒരു 3 റിസൾട്ട് കൂടി നമുക്ക് എഴുതാം. ഡെറിവേറ്റീവ് ഓഫ് sin inverse x, cos inverse x, tan inverse x കഴിഞ്ഞാൽ d by dx of cosec inverse x എഴുതാം. d by dx of cosec inverse x, d by dx of cosec inverse x minus 1 by x root of x square minus 1, d by dx of sec inverse x, d by dx of sec inverse x, d by dx of sec inverse x 1 by x root of x square minus 1, d by dx of cot inverse x, d by dx of cot inverse x 1 by d by dx of cot inverse x minus 1 by 1 plus x square minus 1 by 1 plus x square. ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. എഴുതിയെടുത്താൽ മാത്രം പോരാ, ഇപ്പൊ തന്നെ പഠിച്ചോളൂ. ഒരു 5 നിമിഷം അതിനു വേണ്ടി ഉപയോഗിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വിഷ്ണുപ്രിയ ഓഫ് ചെയ്തല്ലോ വീഡിയോ ഒക്കെ. പൂജ സുരേഷ്, എന്താ പറ്റിയ വിഷ്ണുപ്രിയ? വീഡിയോ ഒന്ന് ഓഫ് ചെയ്തല്ലോ വിഷ്ണുപ്രിയ. അല്ല സാർ, എന്തോ പ്രോബ്ലം വന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആയി പോണ്ടായിരുന്നു. മൊബൈലിന്റെ പ്രശ്നമാണ്. ആ സാർ. കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ മോളെ. പൂജ സുരേഷ് ഇടയ്ക്ക് ഇപ്പോഴാണ് ഓണാക്കിയ പൂജ? സാർ വീഡിയോ ഓഫ് ആയ ഇടയില്. ഓക്കെ എഴുതി കഴിഞ്ഞോ? ആവണി ടി എ, സന ഫാത്തിമ, നീരജ് നിരഞ്ജൻ, അമൽ നികണ്ഠൻ, ഇടുക്കിയായിട്ട് ഇനി എല്ലാ ദിവസവും ക്ലാസ്സിൽ വരണം കേട്ടാ. ഓക്കെ അഭിനവ്, അഭി, നിയ, അലീന ടിവി എഴുതി കഴിഞ്ഞ ഓക്കെ. മൂസിൻ എൻ എച്ച്, ഉഷാറായ മൂസിൻ. ഓക്കെ എഴുതാട്ടോ. ഒന്ന് പഠിച്ചോ. ഞാൻ എല്ലാവരും പേര് ഒരിക്കൽ കൂടി വിളിക്കാം. ഒന്ന് പഠിച്ചോളൂ എല്ലാവരും. ഒന്ന് പഠിച്ച് ഞാൻ എഴുതുന്നതൊക്കെ പഠിച്ചോ എല്ലാവരും. ആനന്ദ് പേര് ഇവിടെ കാണുന്നുണ്ട്, ആള് മിണ്ടുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആനന്ദ് ന്യൂ സ്റ്റുഡന്റ് ആണല്ലോ. എന്നിട്ട് ഞാൻ ആനന്ദ് ന്യൂ സ്റ്റുഡന്റ് ആണോ എന്ന് ചോദിച്ചിട്ട് ആനന്ദ് സംസാരിക്കാതിരുന്നല്ലോ. സാർ മൈക്കോണായിരുന്നു, ഓടി അങ്ങോട്ട് ഈ തന്നെ. ഓക്കെ. ആനന്ദ് എവിടെ താമസം? അത് പോട്ടെ. ആനന്ദ് എവിടെ താമസം?
ആനന്ദ് വീട് എവിടെയാണ്? എവിടെയാണ് പഠിക്കുന്നത്? വീട് എവിടെയാണ്? പഠിക്കുന്നത് സ്കൂളിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ ആനന്ദ്. അപ്പൊ ആ മൈക്കിന്റെ പ്രോബ്ലം ആനന്ദൊന്ന് കറക്റ്റ് ആക്കണം കേട്ടോ. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഇന്നത്തെ ന്യൂ സ്റ്റുഡന്റ് ആനന്ദാണ്. അപ്പൊ ആനന്ദിനെ മലബാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്നായിട്ട് ആനന്ദ് പ്രിപ്പയർ ചെയ്യണം. ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ആനന്ദിന് പഠിച്ച പോലെ തന്നെ ഈ വർഷവും കൂടുതൽ മികവോടുകൂടി പഠിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ക്ലാസ്സിൽ കറക്റ്റ് ആയിരിക്കണം, റെസ്പോൺസ് ഉണ്ടായിരിക്കണം, വീഡിയോ ഓൺ ആക്കണം. അപ്പൊ അതിനുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആനന്ദ് നാളെ മുതൽ റെഡി ആയിരിക്കണം. ഓക്കെ ആനന്ദ്? ഓക്കെ സർ. ആവണി ടി എ, സർ. ആവണി ടി എ, അഭിനവ് അഭി, ഇതൊന്ന് പഠിച്ചോളൂ കേട്ടോ. അതൊന്നും പഠിച്ചോളൂ. ഓക്കെ, പഠിച്ചു കഴിഞ്ഞോ മക്കളെ? അഭിനവ് അഭി, അഭിനവ് കെ എസ്, അഭിനവ് ഷൈജു, അഭിരാമി അജിത്, അഭിഷേക്, ആദിൽ കൃഷ്ണ, ആദിനന്ദ എം ആർ, ആദിത്യ ശ്രീനിവാസ്, ആദിത്യൻ കെ യു, അഹമ്മദ് യാസിൻ. Yes, sir. പഠിച്ചു കഴിഞ്ഞോടാ? പഠിച്ചിട്ടുണ്ട്. അജിത്, അൽ ഷഫാൻ, അൽതാഫ് സാർ. പഠിച്ചു കഴിഞ്ഞോ? ഇല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്. ആൽബർട്ടോ ബൈജു, അലീന പി വി പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അലക്സ്, ആൽവിൻ ജോർജ്, അമൽ മണികണ്ഠൻ. യെസ് സർ. പഠിച്ചു കഴിഞ്ഞോ മോനെ? പഠിക്കാൻ സർ. ഓക്കെ ഗുഡ്. അഞ്ചല പ്രവീൺ സി. യെസ് സർ. അഞ്ജലി, അനിൽകുമാർ, അപർണ എം യു. പഠിക്കാൻ സർ. അർജുൻ, അശ്വിൻ പ്രദീപ്, റോസിയോ തോമസ്, ക്രിസ്റ്റി ജോൺസൺ, ഡിയോൺ ഡേവിസ്, ദേവിക, ഫൗസിയ പാത്തു, ഹഫീസ് റഹ്മാൻ, കൃഷ്ണ പി എസ്, മോസിൻ എൻ എച്ച്, നജ്ഹ, നദീഫ്, നാദിയ ദിയ, നവ്യ കെ ബി, നയന ലെനിൻ, നീരജ് നിരഞ്ജൻ. യെസ് സർ. യെസ് സർ, പഠിക്കണം. ഓക്കെ. നേഹ രതീഷ്, നിയ നാസർ, പാർവതി കെ പി, പൂജ സുരേഷ്. പഠിക്കണം സർ. ഓക്കെ. പ്രണവ് കൃഷ്ണ, രാഹുൽ പി എസ്, റിയ ബഷീർ, റിസ്വാൻ സി എസ്, സന ഫാത്തിമ, സനാമോൾ, സ്റ്റിയൻ, വിഷ്ണുപ്രിയ സോളമൻ. പഠിക്കാൻ സർ. വിഷ്ണുപ്രിയ സോളമൻ. സർ പഠിച്ചുകൊണ്ടിരിക്കണം. ഉഷാറായിട്ട് പഠിക്കണം, എഴുതി പഠിക്കണം. ഒരു 5 മിനിറ്റ് കൂടി നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ബ്ലോക്ക് വരും. അതുകൊണ്ടാണ് കേട്ടോ. ഒരു നോട്ട് കൂടി എഴുതിച്ചു. ഒരു നോട്ട് എന്ന് പറഞ്ഞ് എഴുതാം. നോട്ട് എഴുതാം. നോട്ട് d by dx of kx. d by dx of kx. K is a constant. K is outside. d by dx of x. K into 1, your answer is K. K into 1, your answer is K. d by dx of 2x. 2 into d by dx of x. 2 into d by dx of x. 2 into 1, your answer is 2 is a constant. 2 is a constant. 2 is a constant. 2 is a constant. 2 into 1, 2. K is a constant. Constant outside. അപ്പൊ നമുക്ക് 2-3 പ്രോബ്ലം ചെയ്യാം. പഠിക്കുന്നത് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചു വരണം. ചോദ്യം ചോദിക്കും, നല്ല ഇമ്പോസിഷൻ ആയിരിക്കും. ഓക്കെ. അമൽ റെഡി അല്ലേ മോനെ? അമൽ, പ്രോബ്ലത്തിലേക്ക് പ്രവേശിക്കാം. യെസ് സർ, റെഡിയാണ്. അഹമ്മദ് യാസിൻ റെഡി? റെഡിയാണ് സാർ. അഭിഷേക്, റിയ ബഷീർ, നിയ, പൂജ,
വിഷ്ണുപ്രിയ, അപർണ, നീരജ്, ആവണി, റെഡിയല്ലേ? Yes, sir. തുടങ്ങട്ടെ. Yes, Yes, sir. sir. Yes. പിടിച്ചോ. എനിക്ക് find the derivatives. Find the derivative of. Find the derivative of. Find the derivative of. Find the derivative of sin x plus x raised to 10 plus 1 by x plus 30x square. 30x square. 30x square. Once again, find the derivative of sin x plus x raised to 10 plus 1 by x plus 30x square. ശ്രദ്ധിക്കാം മക്കളെ, ശ്രദ്ധിക്കാം. ആരും എഴുതണ്ട. നമുക്ക് +1 നമ്മൾ പഠിച്ചതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്താം. ആദ്യം തന്നെ നമ്മൾ ഇതിനെ y എന്ന് പേരിടാം. y equal to sin x plus x raised to 10 plus 1 by x plus 30x square. ഇവിടെയൊക്കെ x ആണ് അല്ലെ? ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് with respect to x. Differentiate with respect to x. So y ഇവിടെ എന്താകും? dy by dx. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. y ഇവിടെ dy by dx. അപ്പൊ ഞാൻ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ അതും കൂടി എഴുതാം ഫസ്റ്റ് പ്രോബ്ലം കാരണം. d by dx of sin x differentiate ചെയ്യാം. Plus the d by dx of x raised to 10 plus the d by dx of 1 by x plus 30 d by dx of x square. 30 d by dx of x square. Derivative of sin x cos x. Derivative of sin x എന്ന് പറഞ്ഞിട്ടുള്ള cos x ആണ് അല്ലേ? പഠിച്ചിട്ടുണ്ട് derivative of sin x cos x. x raised to 10. x raised to n എന്താ പഠിച്ചേക്കണേ നീരജ്? x raised to n എന്താ പഠിച്ചേക്കണേ ഡെറിവേറ്റീവ്? nx raised to n minus 1. nx raised to n minus 1. Derivative of x raised to n becomes nx raised to n minus 1. Then automatically x raised to 10, 10x raised to 9. 10x raised to 9. Derivative of 1 by x minus 1 by x square plus 30. X square becomes 2x. X square. X square becomes 2x. 2x. Then your answer, derivative of cos x plus 10x raised to 9 minus 1 by x square plus 60x. 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 Derivative of sin x cos x. X raised to 10 becomes 10x raised to 9. 1 by x minus 1 by x square plus 30 into derivative of x square 2x. Appo cos x plus 10x raised to 9 minus 1 by x square plus 60x. ഒന്ന് എഴുതി വെക്കട്ടെ, എന്നിട്ട് അതൊന്ന് സ്റ്റഡി ചെയ്യാം. ഇത് ക്ലിയർ ആണോ മക്കളെ? Is it clear? Please response. Clear answer. Clear answer. Okay, very good. Very good. Another question. Find the derivative of. Another question. Find the derivative of. Find the derivative of. Find the derivative of cos x plus x raised to 30 plus e raised to x plus e raised to x plus tan x plus 100x cube. 100x cube. 100x cube. Do it yourself. Do it yourself. Do it. Do it yourself. Shobhya, listen. Listen. Let y equal to cos x plus x raised to 30 plus e raised to x plus tan x plus 100x. 100x. Differentiate with respect to x.
ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വൈയുടെ dy by dx, വൈയുടെ dy by dx, cos x minus sin x, cos x ന്റെ minus sin x, x raised to 30, x raised to 30, 30x raised to 29, 30x raised to 29, nx raised to n minus 1, nx raised to n minus 1, e raised to x, e raised to x തന്നെയാണ്. tan x ന്റെ sec square x, tan x ന്റെ sec square x plus 100 into x cube ന്റെ 3x square, x cube ന്റെ 3x square. Then your final answer is minus sin x plus 30x raised to 29 plus e raised to x plus sec square x plus 300x square, 300x square dy by dx, dy by dx equal to minus sin x plus 30x raised to 29 plus e raised to x plus 6 square x plus 300x square, plus 300x square. This is the answer. Is it clear? Clear, sir. Yes, sir. Yes. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ഇയറിലെ പോർഷൻസിലേക്ക് കിടക്കാം. നമുക്ക് ഇത്രയാണ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചെയിൻ റൂള്, ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, പാരാമെട്രിക് ഫോം, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്, മീൻ വാല്യൂ തിയറം, റോൾസ് തിയറം, ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി. അതിൽ നമുക്ക് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് ആദ്യം പഠിക്കാം. എന്നിട്ട് ചെയിൻ റൂളിലേക്ക് പോയിട്ട് ലോഗരിതമിക്, പാരാമെട്രിക്, സെക്കൻഡ് ഓർഡർ വഴി അങ്ങനെ യാത്രയാണ്. അപ്പോൾ എഴുതാം നിങ്ങൾക്ക് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ, ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്. അങ്ങനെ ഹെഡിങ് ഇടാം, derivatives of implicit functions, derivatives of implicit functions, derivatives of implicit functions. കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ അഹമ്മദ് യാസിൻ? Yes, sir. കാണാൻ പറ്റുന്നുണ്ട്. Derivatives of implicit functions. അപ്പൊ നമുക്ക് ഇംപ്ലിസിറ്റ് എന്തായിരിക്കാം ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്? അമൽ മണികണ്ഠന്റെ അഭിപ്രായത്തിൽ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് എന്തായിരിക്കാം മാത്തമാറ്റിക്സിൽ? ഒന്ന് പറയാം. അറിയില്ല സാർ. മിസ്റ്റർ അഹമ്മദ് യാസിൻ? അറിയില്ല സാർ. അഭിനവ് ഷൈജു? അറിയില്ല സാർ. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന റിയ ബഷീർ? അറിയില്ല സാർ. അലീന പി വി? അറിയില്ല സാർ. അറിയില്ല. പൂജ സുരേഷ്? നിരഞ്ജൻ? വീഡിയോ ഓഫ് ആയിട്ട് സ്മാർട്ട് ആയിട്ട് പറയാൻ പറ്റുമോ നോക്കൂ. നിരഞ്ജൻ? അറിയില്ല സാർ. വിഷ്ണുപ്രിയ? എനിക്കറിഞ്ഞൂടാ. പൂജ സുരേഷ് മടങ്ങിയെത്തിയിരിക്കുകയാണ്. പൂജ സുരേഷിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. പൂജ സുരേഷ്? അറിയില്ല സാർ. സന ഫാത്തിമ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ കുട്ടികൾക്ക്? അറിയില്ല സാർ. അപ്പൊ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് ഇവിടെ മനസ്സിലാക്കാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാ ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചതെന്നറിയാം. അറിയില്ല എന്ന്, നിങ്ങൾക്കത് അറിയില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ആളാണ് ഞാൻ. ഇംപ്ലിസിറ്റ് എന്നുള്ള വാക്ക് നിങ്ങളുടെ മനസ്സിൽ തങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര സമയം. ഇംപ്ലിസിറ്റ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇംപ്ലിസിറ്റ് ഫങ്ഷൻസിന് ഒരുപാട് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് കൊടുക്കാം നമുക്ക്. ഞാൻ അതിലേക്ക് ദീർഘിപ്പിക്കുന്നില്ല. നമുക്കിവിടെ കാര്യം മനസ്സിലാക്കി പ്രോബ്ലത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ. ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പൊടുന്നനെ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവേണ്ടത് ഇത്രയേ ഉള്ളൂ. എക്സും വൈയുടെ കോമ്പിനേഷനാണ്. നമ്മളൊരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എക്സ് വൈയുടെ കോമ്പിനേഷൻസിനെ നമുക്ക് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? എക്സ് വൈയുടെ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്,
like this. X minus y equal to pi. Equation x ഉം y ഉം അല്ലെങ്കിൽ ഇങ്ങനെ വരാം 1 2 xy plus x square plus y square equal to 3xy. അപ്പോൾ എക്സിന്റെയും വൈയുടെയും ഒരു കോമ്പിനേഷനെയുള്ള ഇതിനെ നമുക്ക് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് എന്നുള്ള വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധ്യമാകും. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബ്ലംസിലേക്ക് പ്രവേശിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 100% എക്സാമിനേഷൻ വരും. ബാക്കി മാനദണ്ഡങ്ങളെല്ലാം നമ്മളുടെ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പൊ എക്സിന്റെയും വൈയുടെയും ഒരു കോമ്പിനേഷനിൽ നമുക്ക് ഉള്ള പ്രോബ്ലംസ് നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം. എഴുതിക്കോളൂ. ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസിന് ശേഷം ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. അതൊരു എസ്സേ പോലെ അതിന്റെ തിയറി ഒന്നും നമ്മൾ എഴുതുന്നില്ല. അപ്പോ എക്സിന്റെയും വൈയുടെയും കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞു. നമ്മൾ പ്രോബ്ലത്തിലേക്ക് പഠിക്കാൻ അതെ ഇങ്ങനെയാണ് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് പരീക്ഷാ പേപ്പറിൽ പ്രിന്റ് ചെയ്ത് കിടക്കുന്നുണ്ടാകും. ഫൈൻഡ് ഡി ബൈ ഡി എക്സ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5. ഞാൻ ചെയ്തു തരാൻ ശ്രദ്ധിക്കാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5. ലിസൺ, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5. അപ്പൊ ഗിവൺ x minus y equal to 5. X minus y equal to 5. We have to find the value of dy by dx. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം y-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് dy by dx കിട്ടുക ഉള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിനകത്ത് നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ്. അപ്പൊ നോക്കൂ, x minus y equal to 5 ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു x. വീഡിയോ ഓൺ ആക്കണേ. വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ പഠിച്ചേക്കുന്നത് കണ്ട? പ്രീവിയസ് ഒക്കെ പ്രീവിയസ് ആവാണ്. ഡെറിവേറ്റീവ് എക്സ് 1, വൈയുടെ കൂടെ ഡി വൈ ബൈ ഡി എക്സ്. പൈ എന്ന് പറയുന്ന ആള് വിതൗട്ട് എക്സ്, കോൺസ്റ്റന്റ് ആ പൈ. എക്സ് ഒന്നും ഇല്ല, കോൺസ്റ്റന്റ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0 എന്നാ പഠിച്ചത്. 0. Then 1 minus dy by dx equal to 0 minus dy by dx equal to 1. അങ്ങനെ വരുമ്പോൾ -1. Therefore, dy by dx equal to 1 is the final answer. 2 marks ആണ് ഇതിന് ഹയർ സെക്കൻഡറി നിശ്ചയിച്ചിരിക്കുന്നത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിൽ ചോദ്യമില്ലാത്ത പരീക്ഷ എന്ന് പറയുന്നത് വളരെ റയറാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2021 നടന്ന എക്സാമിനേഷനും 2020 വന്ന എക്സാമിനേഷനും ഒരേ ചോദ്യം തന്നെയായിരുന്നു ചോദിച്ചത്. NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 169 എക്സർസൈസ് 5.3 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു 2 വർഷവും എക്സാമിനേഷൻ വന്നത്. പേജ് നമ്പർ 169 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് 2020 2021 വന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു പോകേണ്ട കാര്യമാണ്. 2 മാർക്കിന്റെ ചോദ്യം, അതായത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നു. ശ്രദ്ധിക്കാം. ഫൈൻഡ് dy by dx if x minus y equal to pi. Given x minus y equal to pi, differentiate with respect to x. x ന്റെ 1 ആണ്, ഇത് മറന്നു കളയരുത്. y നെ ചെയ്യുമ്പോൾ dy by dx ആണ് അല്ലേ with respect to x ലെ. pi is a constant 0. എന്റെ കൈ കുട്ടിയതാണ്. അപ്പൊ dy by dx equal to minus dy by dx equal to -1. Therefore, dy by dx equal to negative cancel. dy by dx equal to 1 എന്ന് കിട്ടി. Is it clear? Clear ആണോ മക്കളെ? Clear ആണോ? Yes sir. നമുക്ക് പോകാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പിടിച്ചോ അഹമ്മദ് യാസിൻ, പിടിച്ചോടാ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. യെസ്, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്ക്രീനിൽ ചോദ്യം റെഡിയാണ്. അവിടെ ട്വിസ്റ്റ് ഉണ്ട്. ആ ചോദ്യത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ തന്നെ ഉത്തരം ചെയ്യാം. അപ്പൊ കുറച്ചു പേരുടെ ശരിയാവും, കുറച്ചു പേരുടെ എറർ സംഭവിക്കും. ഇപ്പോ എറർ സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ ചോദ്യം എഴുതിയെടുത്ത് ഉത്തരം തന്നെ ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് അതിൽ നിങ്ങളുടെ മിസ്റ്റേക്സുകൾ നമുക്ക് കണ്ടുപിടിച്ച് മൂവ് ചെയ്യാം. ഓക്കെ, ചുമ്മാ ഒരു ഓക്കെ എന്ന് പറഞ്ഞോ. ഓക്കെ സർ. വീഡിയോ ഓണാക്കിയ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അല്ല, നിങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.
നിയാനാസർ, റെലിയ, കൃഷ്ണ PS, വിഷ്ണുപ്രിയ, അൽത്താഫ്, ആൽബർട്ടോ, നീരജ്, നിരഞ്ജൻ ഇടയ്ക്ക് ഓഫ് ചെയ്ത് കളിക്കാണ്. അഞ്ജല, ഡിയോൺ ഡേവിസ്, അഭിനവ്, അബി, അലീന, PV, റോസിയോ തോമസ്. റോസിയോ സാർ യെസ്, ചെയ്യുന്നില്ലേ മോളെ? ആ സാർ ചെയ്യുന്നുണ്ട്. ഫാത്തിമ PS, അലീന, PV. നമ്മുടെ ഫാത്തിമ PS ഒക്കെ എവിടെയാണ് ഇപ്പൊ? ഫാത്തിമ ഒന്നും വന്നില്ലല്ലോ. ഫാത്തിമ PS അറിയില്ലേ? എവിടെ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ നോക്കൂ. ആനന്ദ് അഭിനവ്, അബി കഴിഞ്ഞു. കൃഷ്ണ PS യെസ് സർ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? പഠനമൊക്കെ പഠിക്കുന്നില്ല? ഉഷാറല്ലേ? ഓക്കെ. ആൽവിൻ ജോർജ്, ആൽവിൻ മോനെ, ആൽവിൻ. ഓക്കെ. ആവണി മോളെ കഴിഞ്ഞു? ആവണി, സാർ. ഹഫീസ് റഹ്മാൻ, അമൽ മണികണ്ഠൻ. കഴിഞ്ഞു സർ. ഓക്കെ. ശ്രദ്ധിക്കാം. Find dy by dx if y plus a sin y equal to cos x. Find dy by dx if y plus a sin y equal to cos x. ശ്രദ്ധിക്കാം. Given y plus sin y equal to cos x. Y plus sin y equal to cos x. Y plus sin y equal to cos x. Differentiate with respect to x. Y dy by dx plus ഇവിടെയാണ് മിക്ക കുട്ടികളുടെയും തെറ്റ. ഞാൻ കാര്യം പറയാം. നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പഠിക്കുമ്പോൾ ചെയ്യേണ്ട പ്രോസസ് ഇതാണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും ആ കോസ് എക്സ് കിട്ടിയ കഥ നമ്മൾ അറിഞ്ഞിരിക്കണം. കഥയൊന്നല്ല, എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. സൈൻ എക്സ് എന്ന് പറഞ്ഞ കോസ് എക്സ് ആക്ച്വലി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഉണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സൈൻ എക്സിന്റെ കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. എക്സ് എന്ന് പറഞ്ഞ ആംഗിള്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് എക്സ് ഇൻറ്റു 1. യുവർ ആൻസർ ഈസ് കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ആ കോസ് എക്സ് കിട്ടിയ വഴി സൈൻ എക്സിന്റെ കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് എക്സ് ഇൻറ്റു 1 ഈക്വൽ ടു കോസ് എക്സ്. Then we are here. വൈയുടെ ഡി ബൈ ഡി എക്സ് സൈൻ വൈയുടെ കോസ് വൈ. ഈ വൈയുടെ ചെയ്യണം. സൈൻ വൈയുടെ കോസ് വൈ, വൈയുടെ ഡി വൈ ബൈ ഡി എക്സ്. അവിടെയാണ് മിക്ക കുട്ടികളുടെയും തെറ്റാൻ ചാൻസ്. ഈ ഡി ബൈ ഡി എക്സ്, ആ ടിക്കറ്റ് ഇരിക്കുന്ന ഡി ബൈ ഡി എക്സ് പലരും എഴുതില്ല. ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി. വൈയുടെ ഡി ബൈ ഡി എക്സ് പ്ലസ് സൈൻ ബൈ കോസ് വൈ. കണ്ട, ഈ സംഭവം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. എക്സിന്റെ 1 ആണ്. അപ്പൊ സൈൻ വൈയുടെ കോസ് വൈ, വൈയുടെ ഡി ബൈ ഡി എക്സ് കോസ് എക്സ് വിത്ത് റെസ്പെക്ട്. ഇവിടെ എക്സ് ആണെങ്കിൽ ഒരു സീനും ഇല്ല കേട്ടോ. എക്സ് ആണെങ്കിൽ ഒരു സീനും ഇല്ല. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. കോസ് എക്സിന്റെ മൈനസ് സൈൻ. അപ്പൊ ഇവിടുന്ന് ഡി ബൈ ഡി എക്സ് ഔട്ട് സൈഡിലേക്ക്. ഡി ബൈ ഡി എക്സ് ഔട്ട് സൈഡ് 1 പ്ലസ് കോസ് വൈ ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് മൈനസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് വൈ. എത്ര പേരുടെ ശരിയായി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ എനിക്ക് കാണാമായിരുന്നു. പക്ഷെ എങ്കിലും കുറച്ച് പേർക്കൊക്കെ ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾക്ക് പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അമൽ മണികണ്ഠൻ, നിനക്ക് ശരി ഉത്തരം ലഭ്യമായിരുന്നു? യെസ് സർ. നീരജ് കിട്ടിയിരുന്നു? നോ സർ. നോ. മിസ്റ്റർ അഹമ്മദ് യാസിൻ കിട്ടിയിരുന്നോ? ഇല്ല സാർ. ഇല്ല സാർ. ഇല്ല. സന ഫാത്തിമ? ഇല്ല സാർ. ഇല്ല. ആവണി PA? കിട്ടിയിരുന്നു. വിഷ്ണുപ്രിയ സോളമൻ?
കിട്ടിയില്ല സാർ. കിട്ടിയില്ല, സാറില്ല. ഇപ്പൊ മനസ്സിലായോ? ആ സാർ. അലീന PV? കിട്ടിയില്ല സാർ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. റോസിയോ തോമസ്? കിട്ടിയില്ല സാർ. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയി സാർ. മറ്റു കുട്ടികൾക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓരോരുത്തരുടെ പേര് കുറച്ചുകൂടി നേരം കഴിഞ്ഞ് വിളിക്കാം. അതേഴ്സ് ഒന്ന് റെസ്പോൺസ് ചെയ്യാമോ? അതേഴ്സ് മറ്റു കുട്ടികൾ ഒന്ന് റെസ്പോൺസ് ചെയ്യാമോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന്. റെസ്പോൺസ് ചെയ്യുമോളെ? നദീദ്, നവ്യ KB? നവ്യ KB? റെസ്പോൺസ് മസ്റ്റ്. ഓക്കെ സർ. നവ്യ വീഡിയോ ഒന്ന് ഓണാക്കി, നവ്യനൊന്ന് കാണട്ടെ. ഓക്കെ, സന്തോഷം. ഓക്കെ, എന്താണ് ഓഫ് ചെയ്ത് കളയുന്നത് നവ്യ? സാർ ഞാൻ ഇവിടെ വെച്ചാണ് ചെയ്യാറ്, അതുകൊണ്ടാണ് ഫോണോട് താഴ്ത്തി. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ സംഭവം. നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഒന്നാമത് +2ന്റെ ടോപ്പിക് മാത്സ് പഠിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി പഠിക്കാനായിട്ട് പരിശ്രമിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. +1 പഠിച്ച പോലെ +2 പഠിക്കരുത്. +2 മനസ്സിലാക്കി നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചാല് പഠിക്കാനൊന്നും ഉണ്ടാവില്ല. നല്ല സുഖമായിരിക്കും, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ കാര്യങ്ങള് മാത്തമാറ്റിക്സ് പഠിക്കേണ്ടതാണെന്ന് വിചാരിക്കണ്ട. നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കും. അപ്പൊ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സംഭവിച്ചു പോകും. അപ്പോ പഠനത്തിനോട്, ഈ സബ്ജക്റ്റിനോട് കൂടുതലൊന്ന് അടുക്കാൻ ശ്രമിക്കുക. അടുക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവം നമ്മുടെ പരിധിയിലായിക്കോളും. അപ്പൊ കാര്യങ്ങൾ ഓക്കെ. അപ്പൊ അങ്ങനെ പഠിക്കാം. കാണാപ്പാഠം പഠിക്കാതെ കാര്യങ്ങളെ നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പക്ഷെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാവുക ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അവിടെ സാധാരണ കുട്ടികൾക്ക് എപ്പോഴും മിസ്റ്റേക്ക് വരുന്നത് ഈ y വരുമ്പോഴാണ്. അപ്പൊ sin y വന്ന cos y, വൈയുടെ കൂടെ dy/dx, വൈയുടെ കൂടെ dy/dx ഉണ്ടാകും എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. ഓക്കെ, then another question. Do it. 2 ചോദ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. Find dy/dx in the following. Question number 1. 2x plus 3y equal to sin x. 2x plus 3y equal to sin y. Do it yourself. കഴിഞ്ഞോ? ഞാൻ നിങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടിട്ട് സൈലന്റ് ആയിട്ട് നിന്നതാണ്. ശ്രദ്ധിക്കാട്ടോ. ഓക്കെ, തെറ്റിയ ആൾക്കാരും ഉണ്ടെങ്കിലും സാരമില്ല, ശരി ഉത്തരം കിട്ടിയവരും പറയാം. ഫൈൻഡ് dy/dx. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. Differentiate with respect to x. Differentiate with respect to x. 2x, 2 into 1, 2x, 2 into 1. X ന്റെ 1 ആണ്. X ന്റെ 1 ആണല്ലേ? X ന്റെ 1 ആണ്. 2 into 1 plus 3y, 3 into dy/dx. 3 into dy/dx. sin x ന്റെ എന്താണ്? cos x ആണ് അല്ലേ? sin x ന്റെ cos x. Then your answer 3 dy/dx equal to cos x. ഈ +2 ഇങ്ങോട്ട് വരുമ്പോ മൈനസ്. അപ്പൊ dy/dx equal to cos x minus 2/3. dy/dx equal to cos x minus 2/3. 2 into 1 plus 3 dy/dx equal to sin x into cos x ആണ്. 3 dy/dx equal to cos x minus 2. dy/dx equal to cos x minus 2/3 എന്നാണ് കിട്ടുക. cos x minus 2/3. Then next answer എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് with respect to x. Differentiate with respect to x. 2 into derivative of x1. 2 into derivative of x1 plus 3 into y യുടെ dy/dx. sin y യുടെ cos y, y യുടെ കൂടെ dy/dx. 2 into 1, 2 into 1 plus 3 y യുടെ dy/dx. y യുടെ dy/dx sin y നേരത്തെ പറഞ്ഞ
പ്രകാരം സൈൻ വൈയുടെ കോസ് വൈ വൈയുടെ ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ അവിടെ നോക്കൂ, 3dy by dx ഇവരിങ്ങോട്ട് വിളിച്ചു ഗ്രൂപ്പിംഗ് ലൈക്ക് ടൈപ്സ്. ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഒന്ന് വരും. അവര് വരികയാണ് മൈനസ് കോസ് വൈ ഡി വൈ ബൈ ഡി എക്സ്. ആ +2 പൊക്കോ എന്ന് പറഞ്ഞു പോയി -2. അവിടെ ഡി വൈ ബൈ ഡി എക്സ് ഔട്ട് സൈഡ്. 3 മൈനസ് കോസ് വൈ ഈക്വൽ ടു -2. സ്പേസ് ഇല്ലാത്ത ഞാൻ മുകളിലേക്ക് എഴുതാണ്. dy by dx equal to -2 divided by 3 minus cos y. വേണമെങ്കിൽ ഓർ എഴുതാം. ഓർ dy by dx equal to 2 divided by cos y minus 3. 2 divided by cos y minus 3 എന്ന് വേണമെങ്കിൽ എഴുതാം. നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ. ഇതാണ് ആ രണ്ട് ചോദ്യത്തിന്റെയും ആൻസർ ആയിട്ട് വരുന്നത്. 2 divided by cos y minus 3. ശ്രദ്ധിക്കേണ്ട കാര്യം വൈയുടെ കൂടെ dy by dx ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. Is it clear? Clear മക്കളെ? Clear? ക്ലിയർ ആണ് സർ. മറ്റു കുട്ടികൾ ഉഷാറായിട്ട് പറയാമോ? മറ്റു കുട്ടികൾ ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? Okay, Yes, another question. Another. Can I clear the board? യെസ് സർ. Yes, sir. Yes. Mr. Ahmad Yasin, വീഡിയോ ഓഫ് ചെയ്ത് എവിടേക്ക് പോയി? ഇതെവിടെയുണ്ട്? ഓക്കെ, എന്നാ പിടിച്ചോ. നീ പിടിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. പിടിച്ചോ, ചെയ്തോളാം. ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ മക്കളെ? ഞാൻ സൈലന്റ് ആയിരിക്കുന്ന കേട്ടോ. മാത്തമാറ്റിക്സ് ആയാലാണ്. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ. സൈലന്റ് ആയിട്ട് മനഃപൂർവ്വം നിൽക്കുന്നതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ദയവായി നിങ്ങൾ വീഡിയോ ഓണാക്കാം. സന ഫാത്തിമയൊക്കെ എനിക്കൊന്ന് കാണാലോ, ചെയ്യുന്നതൊക്കെ കാണാലോ. അൽത്താഫൊക്കെ. റോസിയോ ചെയ്യാലോ മോളെ? റോസിയോ Sir, ചെയ്തുകൊണ്ടിരിക്കുക. ആ മിടുക്കി. സന ഫാത്തിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമൽ കഴിഞ്ഞോ? അമൽ ഫസ്റ്റ് കഴിഞ്ഞു സർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. നവ്യ കെ ബി. നവ്യ sir. ചെയ്യാലോ? ചെയ്യാം സർ. ശ്രദ്ധിക്കാം. ഒരെണ്ണം ഞാൻ ചെയ്തുതരാം. Listen. xy plus y square equal to tan x plus y. ഈ xy എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റൂൾ എടുക്കാം. ഇത് ഫസ്റ്റ് പിന്നെ സെക്കൻഡുമായിട്ട് എടുക്കാം. xy അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു xy x into dy by dx plus y into 1 xy. പ്രൊഡക്റ്റ് റൂൾ പഠിച്ചു അല്ലേ? പ്രൊഡക്റ്റ് റൂള് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. പ്രൊഡക്റ്റ് റൂൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. x into dy by dx plus y into 1 plus y square x square and the x raised to n എന്താ? nx raised to n minus 1. അപ്പോൾ y square എന്താ മക്കളെ? 2y യുടെ കൂടെ dy by dx. y square 2y യുടെ കൂടെ dy by dx. x square 2x, x cube 3x square. y square 2y യുടെ കൂടെ dy by dx. tan x sec square x യുടെ കൂടെ dy by dx. y dy by dx. Once again xy x into dy by dx. xy product rule. X first function, y second function. X into dy by dx plus y into 1 plus y square 2y dy by dx equal to tan x sec square x plus y യുടെ dy by dx. അപ്പൊ അവിടെ ഗ്രൂപ്പ് ചെയ്യാൻ ഇവിടെ x dy by dx plus
2y dy by dx minus dy by dx sec square x plus y becomes minus y. Sec square x minus y. dy by dx is outside. X plus 2y minus 1 equal to 6 square x minus y. Dy by dx equal to sec square x minus 1 divided by x plus 2y minus 1. 6 square x minus y divided by x plus 2y minus 1. Once again xy becomes, using product rule, we know that product rule is first function into derivative of second function plus second function into derivative of first function. Xy becomes, x is the first function, y is the second, x into dy by dx plus y into 1 plus y square 2y, y dy by dx tan x sec square x plus y dy by dx. X dy by dx plus 2y dy by dx. E plus dy by dx minus dy by dx. 6 square x plus y becomes minus 1. Dy by dx is outside. X plus 2y minus 1 equal to 6 square x minus y. Dy by dx equal to 6 square x minus y divided by x plus 2y minus 1 എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ശരിയായ ഉത്തരം. ക്ലിയർ ആണോ മക്കളെ? Clear ആണ് sir. Clear ആണ് sir. അപ്പോ 3 മിസ്റ്റേക്ക് പറ്റിയ ആൾക്കാർക്ക് 4th ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാൻ പറ്റും. ഡു ഇറ്റ് യുവർ സെൽഫ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ശ്രദ്ധിക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ലിസൺ. ഇവിടെയും പ്രൊഡക്റ്റ് റൂൾ വരുന്നുണ്ട്. എക്സ് വൈ, ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ്. ശ്രദ്ധിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് y square equal to 100. X square plus xy plus y square equal to 100. X square plus xy plus y square equal to 100. xy is the first, is the second. X square into 2x. X square into 2x, 2x. X square into 2x. xy, x into y would dy by dx plus y into x into 1. X square into 2x. X square into 2x plus x into y would dy by dx plus y into 1 plus xy product y square 2y y യുടെ കൂടെ dy by dx 100 0. y square 2y y square 2y y യുടെ dy by dx 100 0. x square into 2x plus x into y യുടെ dy by dx first function into y യുടെ derivative of second dy by dx plus second into y x into 1 y square 2y y യുടെ dy by dx y യുടെ കൂടെ dy by dx 100 constant 0. ഇതാണ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ 2020-2021 വന്ന ചോദ്യം. ഇനി ഗ്രൂപ്പ് ചെയ്യാം. x dy by dx plus 2y dy by dx equal to minus 2x minus y. dy by dx ആണ് ഔട്ട്സൈഡ്. അപ്പൊ x plus 2y എന്ന് കിട്ടി. വേണമെങ്കിൽ ഇതിനെ ഭംഗിയാക്കാം, മൈനസ് പുറത്തേക്ക് 2x plus y. അപ്പൊ dy by dx എന്ന് പറയുന്നത് മൈനസ് പുറത്ത് 2x plus y by x plus 2y. മൈനസ് പുറത്ത് 2x plus y by x plus 2y. dy by dx equal to മൈനസ് പുറത്ത് 2x plus y by x plus 2y.
Once again, x square into 2x plus xy x into dy by dx plus y into 1 ആണ്. Y into 1 plus second into derivative of first y into 1 plus 2y dy by dx. Is it clear? Is it clear മക്കളെ? dy by dx ഗ്രൂപ്പ് ചെയ്യുന്നു, കോമൺ ഔട്ട്സൈഡിലേക്ക് എടുക്കുന്നു. Is it clear? Yes, sir. Yes, sir. മറ്റു എല്ലാവരും ഉഷാറായ എല്ലാവരും all students please response. Yes, sir. Yes, Is sir. it clear? Sir. Sir. Yes. Yes. Sir. Yes. അതെ, കുറച്ചും കൂടി പേര് പറയണം, റെസ്പോൺസ് ഉണ്ടാവണം. പറയൂ, കുറച്ചും കൂടി കുട്ടികൾ പറഞ്ഞേ. മിണ്ടാതിരിക്കുന്നവരൊക്കെ മിണ്ടി. ഓക്കെ ആണോ? എന്റെ പൊന്നു മക്കളെ മിണ്ടു. ഓക്കെ ആണോ? Okay, sir. Okay, sir. Okay, sir. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. എന്താ കാരണം അറിയോ? നമ്മൾ ഇത്രയും എനർജിയിൽ ഇവിടെ നിന്ന് ചോദിച്ചു ഓക്കെ ആണോ, ഓക്കെ ആണോ. 2, 3, 4, 5 പേരെ റെസ്പോൺസ് തരുന്നുള്ളൂ. ഈ രീതി തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ ക്ലാസ്. റെസ്പോൺസ് മസ്റ്റ് ആയിട്ടുണ്ടാവും. പൂജ സുരേഷ്, Yes, sir. എന്തുകൊണ്ട് സംസാരിക്കുന്നു? എന്തുകൊണ്ട് റെസ്പോൺസ് തരുന്നില്ല? Sir, ഇവിടെ ഭയങ്കര സൗണ്ട് ആണ്, അതാണ് ഞാൻ പിന്നെ സംസാരിക്കാൻ. ഓക്കെ ഓക്കെ. Then another question, do it yourself. Na pidicho. Ahmad Yasin, question tarte ninakku. Yes, sir. Na pidicho. Hey go. This is the question. Do it. ചെയ്തു നോക്കട്ടെ, തെറ്റാനും സാരമില്ല, ചെയ്തു നോക്കാം. x cube plus x square y plus xy square plus y cube. Once again x cube, x cube, 3x square, right? Differentiate with respect to x. X cube, 3x square plus x square first, y second. Product rule, x square first function. Y യുടെ dy by dx plus y into x square 2x. Once again, x cube 3x square plus x square into y യുടെ dy by dx plus y into x square into 2x plus xy square 1 and 2. xy square plus x into y square 2y, y യുടെ dy by dx plus y square into x into 1 plus y cube 3y square, y യുടെ dy by dx 81 is 0. Once again, differentiate with respect to x. X cube 3x square. Once again, x cube 3x square plus x square first into y യുടെ dy by dx plus y into x square into 2x plus again product rule x y square. First function x, y square ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. y square 2y, y square 2y, y യുടെ കൂടെ dy by dx plus y square into x into 1, y cube 3y square, y യുടെ കൂടെ dy by dx 81 is 0. അവിടെ ഗ്രൂപ്പ് ചെയ്യാം dy by dx. അപ്പോൾ x square dy by dx plus 2xy dy by dx plus 3y square dy by dx equal to 3x square minus 3x square minus 2xy minus 2xy minus y square outside. dy by dx outside. X square plus 2xy plus 3y square. ഇവിടെ വേണമെങ്കിൽ മൈനസ് ഔട്ട്സൈഡിലേക്ക് എടുക്കാം. മൈനസ് ഔട്ട്സൈഡ് 3x square plus 2xy plus y square. dy by dx equal to minus outside
3x square plus 2xy plus y square by x square plus 2xy plus 3y square. 3y square minus of 3x square plus 2xy plus y square by x square plus 2xy plus 3y square is the final answer. Is it clear? Is it clear? Yes, sir. Yes, sir. Is it Yes, clear? sir. Yes, sir. Aparna, is it clear? Clear answer. മറ്റു കുട്ടികൾ ഓക്കെ ആണോ? Okay, Okay, sir. Okay, sir. വെരി ഗുഡ്. ഒന്ന് പകർത്തിക്കോട്ടെ കേട്ടാ, മറ്റൊരു മിസ്റ്റേക്സ് ഉള്ളവരൊക്കെ ഒന്ന് പകർത്തിക്കോ. നിങ്ങൾ ആ പ്രൊഡക്റ്റ് റൂൾ വന്നെടുത്ത് പ്രൊഡക്റ്റ് റൂൾ ചെയ്യാം. വൈയുടെ കൂടെ നിർബന്ധമായും dx വരുമെന്നുള്ള ബോധം ഉണ്ടാവുക. ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടന്നോളൂ. ഈസ് ദ ആൻസർ. വിഷ്ണുപ്രിയയുടെ എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ക്ലിയർ ചെയ്യാം. ഓക്കെ, sir. എല്ലാവരും എഴുതിയെടുത്തു കഴിഞ്ഞോ? അടുത്ത ചോദ്യത്തിലേക്ക് തരട്ടെ, പറയൂ. Yes, sir. Yes, sir. ഓക്കെ, അടുത്ത ചോദ്യം പിടിച്ചോളൂ. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിക്കാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം വരുന്നത് ഇതാണ്. xy പ്ലസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ sin square y plus cos xy equal to k. Cos xy equal to pi. Then sin square x plus cos square y equal to 1. Do it. ഇവിടെ പൈ കെ തന്നെ എഴുതിയാൽ കേട്ടോ. cos xy equal to k രണ്ടും തന്നെയാണ്, പക്ഷെ ടെക്സ്റ്റിൽ k ആണ്. sin square y plus cos xy equal to k. Do it. Okay, ശ്രദ്ധിക്കട്ടോ. sin square y plus cos xy equal to k. Sin square y plus cos xy equal to k. Sin square y plus cos xy equal to k. About sin square y, sin square y വളരെ നിർണായകമായിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. sin square y വീഡിയോ ഉണ്ടാക്കിയാൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവും, മാനസിക സന്തോഷം ഉണ്ടാവും. താങ്ക് യു. sin square y അവിടെയും ചിന്തിക്കണം. x raised to n, nx raised to n minus 1. അപ്പൊ sin square y എന്ന് പറഞ്ഞാല് 2 sin y. കണ്ട, മിസ്റ്റേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. x raised to n nx raised to n minus 1. അപ്പോ sin square 2 sin raised to 2 minus 1 ആണ്. അപ്പൊ ഈ sin y യുടെ ഒന്നും കൂടി ചെയ്യണം. sin square y അങ്ങനെയല്ല പഠിച്ചേക്കണം. നോക്കൂ, d by dx of x raised to n nx raised to n minus 1 into d by dx of x ഉണ്ടായിരുന്നു. d by dx of x nx raised to n minus 1 x 1 ആണ്. അങ്ങനെയാണ് nx raised to n minus 1 കിട്ടിയത്. അപ്പോൾ sin square y 2 sin ഇവിടെ 1 ആണ് വരെ, അത് നമ്മൾ പറയില്ല, നാണം കൊണ്ട് പറയില്ല. sin square y 2 sin y. sin y നെ ഒരു വട്ടം കൂടി ചെയ്യുമ്പോ cos y യുടെ കൂടെ dy by dx, യുടെ കൂടെ dy by dx. യുടെ ഒന്നും ചെയ്യണം, യുടെ കൂടെ dy by dx. ഈ പ്രശ്നങ്ങളാണ്. cos xy minus sin xy into d by dx of ആരെ ചെയ്യണം? ഈ ആംഗിളിനെ ചെയ്യണം. d by dx of xy equal to k എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. k 0. once again ഇതൊരു ട്രിഗണോമെട്രിയുടെ റിസൾട്ട് ആയില്ലേ. 2 sin y cos y sin 2y dy by dx minus sin xy derivative of xy x into dy by dx
plus y into 1 equal to 0. Y into 1 equal to 0. xy. xy, x into dy by dx. X into dy by dx plus y into 1 equal to 0. Sin 2y dy by dx minus x sin xy dy by dx minus x sin xy dy by dx minus into plus minus y sin xy equal to 0. കഴിഞ്ഞിട്ടില്ല. അല്പം ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ വളരെ ഈസിയാണ്. ശ്രദ്ധിക്കാം. ഒരിക്കൽ കൂടി പറയാണ് sin square y is very dangerous. sin square y. ശരിയായ കാൽക്കുലേഷൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം. അപ്പോ ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ എന്ന് സൈഡിൽ എഴുതിയിട്ട് ആ ക്വസ്റ്റ്യനെ ഒന്ന് റെസ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. പഠിക്കുമ്പോൾ ഒന്ന് റെസ്പെക്ട് ചെയ്യും. റെസ്പെക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ. അപ്പൊ ചില പ്രോബ്ലംസിനെയും ബഹുമാനിക്കണം നമ്മൾ. അങ്ങനെ ബഹുമാനം കൊടുക്കേണ്ട ഒരു പ്രോബ്ലമാണ് ഈ പ്രോബ്ലം. sin square y സൈഡിൽ എഴുതാം മക്കളെ. ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. sin square y 2 sin y once again sin square y 2 sin y. ഈ സംഭവം മനസ്സിൽ കൊണ്ടുവരാം. x raised to n nx raised to n minus 1 into d by dx of x. d by dx of x എന്താ 1 ആണ്. അപ്പോൾ sin square y becomes 2 sin y. sin y യുടെ cos y y യുടെ dy by dx y യുടെ dy by dx y യുടെ dy by dx plus cos xy യുടെ minus sin xy into d by dx of angle xy. Then sin 2 sin y cos y is a trigonometry result. 2 sin x cos x sin 2x. 2 sin y cos y sin 2y dy by dx minus sin xy. This is product rule xy. X into y dy by dx plus y into 1. Sin 2y dy by dx minus x sin y xy dy by dx minus into plus minus y sin xy equal to 0. നമുക്ക് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണെന്ന് നോക്കാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് dy by dx outside sin 2y minus x sin xy equal to ഉള്ളി ഒറ്റ ചാട്ടം അപ്പുറത്തേക്ക് y sin xy. Then dy by dx equal to y sin xy divided by sin 2y minus x sin xy. This is the answer. Grouping ചെയ്തു. This is the answer. Is it clear? മക്കളെ ക്ലിയർ ആണോ? Yes sir. Yes sir, clear ആണ് sir. Yes, very good. എന്റെ പൊന്നു മക്കളെ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. നിരവധി വിദ്യാർത്ഥികളുടെ തെറ്റിയ ഒരു പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലത്തെ റെസ്പെക്ട് ചെയ്യുവാനായി നിങ്ങളോട് ആവശ്യപ്പെട്ടത്. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. അത് ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ. ഞാൻ തന്ന 7th ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങള്, സ്റ്റാൻഡേർഡ് റിസൾട്ട്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങൾക്ക് തന്നു, എഴുതി പഠിക്കാൻ പറഞ്ഞു. ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഒരു 3 times നെക്സ്റ്റ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എഴുതി കാണിച്ചു തരണം. വീഡിയോ ഓണാക്കി നിങ്ങൾ എഴുതിയത് കൃത്യമായി നമുക്ക് കാണിച്ചു തരണം. ഓൾ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് 3 times എക്സാമിനേഷൻ എഴുതി പഠിക്കുക. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എഴുതി പഠിക്കുക. അതിനുശേഷം ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിലെ ഏകദേശം ഇവിടെ ഒരു 6 ക്വസ്റ്റ്യനും നേരത്തെ എക്സാമ്പിൾ ഒരു 2 ക്വസ്റ്റ്യനും ചെയ്തു. അപ്പോ ഏകദേശം 8 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ട കാര്യങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ
നെക്സ്റ്റ് മാത്സ് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഒരു 3 times എല്ലാ കുട്ടികളും എഴുതി പഠിച്ചിരിക്കണം. അതുപോലെ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസിന്റെ നമ്മൾ ഇന്ന് ചെയ്ത ഓൾ പ്രോബ്ലംസും ഒരു 2 times എഴുതി പഠിച്ചിരിക്കണം. പിന്നെ ഹോംവർക്കും ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങള് നിങ്ങളുടെ കൈവശം അടുത്ത മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ നിർബന്ധമായും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവേണ്ടതാണ്. അത് വീഡിയോ ഓണാക്കി കാണിച്ചു തരുവാൻ നിങ്ങൾ തയ്യാറാകണം. ഓക്കെ, ആ സമയത്ത് ഞാൻ മറന്നുപോയി, അയ്യോ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നൊന്നും പറയാനുള്ള പാടില്ല. നിങ്ങളുടെ ചെറിയ ചെറിയ എക്സ്ക്യൂസുകളൊക്കെ കാൽക്കുലസ് എന്നുള്ള വിഭാഗത്തിന് വേണ്ടി മാറ്റി നിർത്തേണ്ടതാണ്. അപ്പോ കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾക്ക് നാളെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ എളുപ്പമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നന്നായി പഠിക്കാം കേട്ടോ, നന്നായി പ്രിപ്പയർ ചെയ്യാം. ബയോളജി സയൻസിലെ കുട്ടികൾ മാത്തമാറ്റിക്സും മറ്റു വിഷയങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഉഷാറാവാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.